ഇന്ന് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പെഷ്യൽ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ IT അക്കാദമിയുടെ ഫൗണ്ടറിങ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള നമ്മളുടെ നിഷാ സാറിനെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം നിഷാ സർ. നമ്മളെ 6 മാസത്തെ യാത്ര കുറെ മുന്നേ ആരംഭിച്ചതാണ്. ഇപ്പൊ ഏകദേശം അവസാനിക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇന്ന് തരുന്ന അവസാനത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മള് പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മള് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള 80% കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞത്. ഒരു 20% കൂടി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 80-20 പ്രിൻസിപ്പിൾ ആണ്. നമ്മളെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന എനർജിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മളെ പുറത്തുള്ളത് 20% മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ 20%ത്തിന്റെ ഇമ്പോർട്ടന്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഒരാള് ഫസ്റ്റിൽ കാണുമ്പോൾ ഈ 20% മാത്രമേ കാണൂ. ആ 20% നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. 80% ഉള്ള ഒരാളിൽ 20% കൂടെ ഉണ്ടാവാൻ നമ്മൾ കുറച്ച് പണി മാത്രം എടുത്താൽ മതി. എന്നാൽ 80% ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 20% ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസം. നിങ്ങൾക്കറിയാം, നമ്മളുടെ ഉള്ളില് ഒരു എനർജി ഇല്ല, മനസ്സൊക്കെ നമ്മള് മടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കാൻ തോന്നൂല, നമുക്ക് കഴിക്കാൻ തോന്നൂല, നല്ല വസ്ത്രം ഇടാൻ തോന്നൂല, നല്ല രീതിയിൽ സംസാരിക്കാൻ തോന്നൂല, ഇതൊന്നും നല്ല രീതിയിൽ മുടി ചെയ്യാൻ തോന്നൂല, ഇതൊന്നും നമ്മളിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 80%ത്തിന്റെ ഇമ്പോർട്ടൻസ് അത്രയും ഡീപ്ലി നമ്മൾ പറയാനുള്ള കാരണം. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മളെ ഡ്രസ്സിങ്, ഫസ്റ്റ് ഞാൻ പറയാം ഡ്രസ്സിങ്. നമ്മളിത് ലാസ്റ്റ് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഇത് കഴിഞ്ഞാല് ജോലിക്ക് പോകുന്ന ആളുകളാണ്, ജോലി ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളോട്. നമ്മളെ ഡ്രസ്സിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് ഈ ട്രെൻഡുകളുടെ പിറകെ പോകുന്ന കാലമാണിപ്പോ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അതാണ് ഇപ്പോഴത്തെ ഡ്രസ്സ്, അതാണ് ഇപ്പോഴത്തെ ഭംഗി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സത്യത്തിൽ നമ്മളിൽ പല ആളുകൾക്കുള്ളത്. എന്നാൽ തന്റെ ശരീരത്തിന് ഉതകുന്ന, തന്റെ ശരീരത്തിന് ഏറ്റവും മാച്ച് ആയിട്ടുള്ള, തന്റെ രഹസ്യഭാഗങ്ങൾ സംരക്ഷിക്കുന്ന രൂപത്തിൽ ഉള്ള ഡ്രസ്സുകളാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഡ്രസ്സ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക, നമ്മളിപ്പോ നല്ല ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ ചുരിദാറിന്റെ ഇപ്പത്തെ ചുരിദാറിന്റെ അടിയില്, പാന്റിന്റെ അടിഭാഗത്ത് ആരും കാണുന്നില്ല, ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തുന്നി വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ കോൺസെൻട്രേഷൻ ആ വിട്ടുപോയ തുന്നിലേക്കായിരിക്കും. യെസ് ഓർ നോ? ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലേ? അത് നിങ്ങളുടെ മുഖത്ത് എക്സ്പ്രഷൻ കാണിക്കൂലേ? കാണിക്കും. ഇപ്പോ നിങ്ങൾ സാധാരണ ഞാൻ കണ്ടെടുത്തോളം നിങ്ങൾ എല്ലാവരും ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് മാന്യമായ രീതിയിൽ ഇടുന്ന ഒരു ഡ്രസ്സാണ്. ഓക്കെ. എന്നാൽ ഇതിപ്പോ എന്റെ ക്ലാസ്സിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴോ ഇടുന്ന ഡ്രസ്സായിരിക്കാം. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോ ഒക്കെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അത് നമ്മൾ എപ്പോഴും ചിലപ്പോ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ഡ്രസ് ആയിരിക്കില്ല. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ കംഫർട്ട് ആയിരിക്കൂല. അത് നമ്മളെ ഫാമിലിയിൽ ഇടുമ്പോൾ നമ്മൾ കംഫർട്ട് ആയിരിക്കും, നമുക്ക് കുഴപ്പമില്ല, നമ്മളെ എന്നും കാണുന്ന സുപരിചിതരായ ആളുകളാണ്, എന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോ അവിടെ പല വിധത്തിലുള്ള ആളുകൾ വരും. അപ്പൊ നമുക്കറിയില്ല എത്തരത്തിലുള്ള ആളുകളാണെന്നുള്ളത്. ആ ആളുകളിൽ നമുക്ക് ഏറ്റവും മാന്യമായ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്ന ഈ 80%-നെ കുറക്കും, നന്നായിട്ട് കുറക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ ഒരു എക്സിക്യൂട്ടീവ് ആയി തോന്നുന്ന ഒരു മാന്യതയുടെ വസ്ത്രം മാത്രം ധരിച്ചിട്ടാണ് പോകേണ്ടത്. അതാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച വസ്ത്രം എന്ന് പറയുന്നത്. കറക്റ്റ്? മനസ്സിലായോ? ഓക്കെ. ചില ആളുകൾ നല്ല ഫാറ്റി ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക്
പെൺകുട്ടികളായതുകൊണ്ട് ബ്രസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവും. ചില ആളുകൾ എത്ര. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ലെവലില് അതിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ശരിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വസ്ത്രം. ഒന്ന് നമ്പർ 1. രണ്ടാമത്തത് നമ്മൾ നന്നായിട്ട് ഗ്രൂം ചെയ്യണം, നന്നായിട്ട് ഒരുങ്ങണം. ഫിസിക്കലി ഒരുങ്ങുന്ന കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മാനസികമായിട്ട് ഒരുങ്ങുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫിസിക്കലി ഒരുങ്ങുന്ന കാര്യം, മുടി ചീകുമ്പോ നമ്മളുടെ ഫേസിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മൾ മുടി ചീകുന്നത്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകൾക്ക് അവരെ മുടി ചീകുമ്പോ അവർക്കൊരു ഭംഗിയുണ്ടാവും, ഒരു തന്മത്വം തോന്നിക്കുന്ന രീതിയിലുണ്ടായിരിക്കും. അതാണ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്, നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത് എങ്ങനെ ചെയ്യുമ്പോഴാണോ അതാണ് നിങ്ങൾക്കുള്ള ഭംഗി. കറക്റ്റ്. മനസ്സിലായോ? അതേപോലെ ലിപ്സ്റ്റിക് നിങ്ങൾ ഇടുന്നതിന് കുഴപ്പമില്ല, കൂടുതലായിട്ട് ഇട്ടിട്ട് അത് വഷളാക്കാൻ പാടില്ല. അതേപോലെ നന്നായിട്ട് ഓർണമെന്റ്സ് ധരിച്ചിട്ട് പോകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഒരു ഓർണമെന്റ്സിന്റെ പ്രിയ ആയിരിക്കാം മേ ബി. അപ്പൊ നമ്മള് ശരിക്കും നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള കുത്തുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ അവിടെ നിങ്ങളുടെ അതേ സെൻസിലുള്ള ഒരു ഓർണമെന്റ്സിനും ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത്, ഇന്റർവ്യൂവിന് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളിൽ നിന്ന് ശ്രദ്ധ പോയി നിങ്ങളുടെ ഓർണമെന്റ്സിലേക്കും നിങ്ങളുടെ വസ്ത്രത്തേക്കും അയാളുടെ ശ്രദ്ധ പോകും. അപ്പോ നിങ്ങൾ എന്ന വ്യക്തിയെ അയാൾക്ക് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം നൽകാനും അയാൾക്ക് സാധിച്ചോളണം എന്നില്ല. കറക്റ്റായോ? പിന്നെ അടുത്തത്, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളുണ്ട്. അതായത് നഖം ഒന്നിച്ച് നീട്ടി വളർത്തിയിട്ട് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു എക്സിക്യൂട്ടീവ് മോഡൽ അല്ല. അതൊരു എന്താ പറയാ, അതൊരു കാഷ്വൽ ടൈപ്പ് ആയിട്ട് പോണ അങ്ങനത്തെ ഒരു രീതി പോണ ആളുകൾ, ഒരു മോഡേൺ ആയിട്ട് പോണ ആളുകളുടെ സ്റ്റൈലാണ്. ഒരു ഓഫീസിൽ ചിലപ്പോൾ മേ ബി അത് എല്ലാ ഓഫീസിലും അത് ആ സ്ഥാപനത്തിനനുസരിച്ചിട്ടിരിക്കും, ആ സ്ഥാപനത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അത്രേ ഞാൻ പറയുള്ളൂ. വളർത്താൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ശ്രദ്ധിക്കണം. അതേപോലെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ മൈലാഞ്ചി ഇടും അല്ലെങ്കിൽ എന്ത് ചെയ്യും, നെയിൽ പോളിഷ് ഇടും. ഇന്നിട്ടും പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഇടാൻ നിൽക്കുന്നത്. അപ്പൊ അതിന് ഒരു ചെറിയ വരയും കുറിയൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ പോവാൻ. അതൊക്കെ നിങ്ങളെ ഫസ്റ്റ് ഇംപ്രഷനെ ബാധിക്കും. അതേപോലെ ചില ആളുകൾക്കുണ്ട് കാലിന്റെ നഖം അതേപോലെ വൃത്തിയാക്കണം. അതുപോലെ വേറൊരു സാധനമാണ് ചെരുപ്പ്. ചെരുപ്പ് ചില ആളുകൾ ചെരുപ്പ് കഴുകാറേ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ചെരുപ്പ് ഇട്ടിട്ടൊക്കെ പോവാ. അല്ല, ചെരുപ്പ് ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കാലുകളും അവളുടെ ചെരുപ്പും ഭയങ്കര ഹൈ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളെ ശരിക്ക് മുഖത്ത് നോക്കി അളക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ ശരിക്കും അറിയുന്ന ഒരാൾക്ക് നിങ്ങളുടെ കാലും കൈയും നോക്കിയാൽ അളക്കാൻ പറ്റും. നിങ്ങളുടെ യഥാർത്ഥ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് ചില അസുഖം വന്നിട്ട് കാലൊക്കെ വൃത്തികേടായിട്ടുണ്ടാവും. ഇപ്പൊ കുഴിനകം പോലുള്ള എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ട് അപ്പൊ നിങ്ങൾ സോക്സ് ധരിക്കണം. അത് നമ്മളെ കുറ്റം കൊണ്ട് ഉണ്ടായതല്ല, സോക്സ് ധരിക്കണം. സോക്സും ഷൂ ഇട്ടിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സോക്സ് ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ രഹസ്യ ഭാഗങ്ങളിലുള്ള വൃത്തിയാക്കേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് വൃത്തിയാക്കിയിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ ബാഡ് സ്മെല്ല് ഉണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ബാഡ് സ്മെല്ല് ഉണ്ടായി. ആ ബാഡ് സ്മെല്ല് അയാളുടെ മൈൻഡിനെ, അപ്പുറത്തിരിക്കുന്ന ആളുടെ മൈൻഡിനെ ഷട്ട് ഡൗൺ ചെയ്യും. നമ്മളിലേക്കുള്ള അട്രാക്ഷൻ ഇല്ലാതാക്കും, ഷട്ട് ഡൗൺ ചെയ്യും, ഓഫ് ചെയ്യും. അത് അടുത്തൊരു പ്രോബ്ലമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് അറിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെ ഓഫീസിലൊക്കെ ചില ആളുകൾ വന്നു കഴിഞ്ഞാല് പിന്നെ ഞാൻ എക്സോസ്റ്റ് ഫാൻ ഇട്ടിട്ടാണ് അവിടെ ഇരിക്കല്. ഭയങ്കര സ്മെല്ലായിരിക്കും, ബാഡ് സ്മെല്ലായിരിക്കും. നമ്മുടെ പീരിയഡ്സ് ടൈമിൽ ചില ആളുകൾക്ക് ഒരു വേറെ സ്മെല്ല് ഉണ്ടായിരിക്കും. ആ സമയത്ത് അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പാക്ക് ചെയ്ത് അവിടെ നിങ്ങൾ ഒരു 10 രൂപന്റെ 20 രൂപന്റെ 50 രൂപന്റെ ലാഭം നോക്കിയിട്ട് ചെയ്യരുത്. ഏറ്റവും മികച്ച രീതിയിൽ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി മാത്രമൊന്നുമല്ല, നിങ്ങൾ എന്ന ആ ഒരു എന്താ പറയാ ഒരു എംപ്ലോയി ആയി പോവുകയാണെങ്കിൽ നിങ്ങളെ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് പറയാം. പേഴ്സണാലിറ്റിയിൽ ഉപരി നിങ്ങൾക്കൊരു വാല്യൂ, ഭയങ്കരമായിട്ടുള്ള ഒരു വാല്യൂ തരുന്ന സാധനങ്ങളാണ്. സിമ്പിൾ കാര്യമാണ്, പക്ഷെ ഭയങ്കര വാല്യൂ ആണ്.
ഭയങ്കര വാല്യൂ ആണ്. ഇത് നമ്മളെ ശരിക്കും അവിടെ എന്ത് ചെയ്യും പിടിച്ചിട്ടും. ഇത് ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ എന്റെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടറിയോ? ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നമുക്കിത് ആരും പറഞ്ഞു തരാത്ത സാധനങ്ങളാണ് പല കാര്യങ്ങളും. ഇതൊന്നും നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോ നമ്മളുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ഇന്റർവ്യൂ ടിപ്സിലോ ഒന്നും ഉണ്ടാവില്ല. ഞാനിത് പറയുന്നത് എന്റെ എക്സ്പീരിയൻസ് എന്നാണ്. എന്റെ എക്സ്പീരിയൻസ് എന്നാണ്. ഞാൻ ഇവിടെ ഒരുപാട് ആളുകളെ എടുക്കാറുണ്ട് സ്റ്റാഫായിട്ട്. ഇനിയിപ്പോ കുറെ ആൾക്കാരെ എടുക്കേണ്ടി വരും. ആ എടുക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ വന്നു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ബാഡ് സ്മെല്ല് ഉണ്ടായിരിക്കും. ഈ ബാഡ് സ്മെല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് പോലും ചില ആളുകൾക്ക് അറിയില്ല. അറിയില്ല. അത് ഇനി ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ രഹസ്യ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ വൃത്തിയാക്കിയിരിക്കണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നമ്മളുടെ വിയർപ്പ് ചില ആളുകൾക്ക് ഭയങ്കര വിയർപ്പ് നാറ്റം ഉണ്ടാവും. ഇത് അവരുടെ നേച്ചറാണ്. ഈ നേച്ചറിന് പുറമെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ വിയർപ്പിന്റെ സ്മെൽ ഉണ്ടാവുക. അതിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നിങ്ങള് അങ്ങനെയുള്ള ആളുകളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങൾ അതിനുള്ള എന്ത് ചെയ്യണം സ്പ്രേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ അവിടെ ചെല്ലാൻ. ഒരു ഓഫീസിൽ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. ഒരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ പ്രിപ്പറേഷനുകളാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങളിൽ വലിയ എഫക്റ്റ് ഉണ്ടാക്കും. കറക്റ്റ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. എന്താണ്? എന്റെ ഡ്രസ്സ് ഇടുമ്പോ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ആഹാ ഞാൻ ഉഷാറായിട്ടുണ്ട്. എന്റെ എവിടെയും കാണുന്നില്ല. ഞാൻ ഓക്കെ ആണ്. എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാണ്. അപ്പൊ നിങ്ങളെ കോൺഫിഡൻസ് കൂട്ടും. കണ്ണാടിക്ക് മുന്നിൽ നോക്കുമ്പോ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ കുഴപ്പമില്ല. എനിക്ക് നല്ല ഉഷാറായിട്ട് പോകാൻ പറ്റും. അല്ലെ? അതേപോലെ എന്റെ കൈകാലുകളൊക്കെ നമുക്ക് എന്താണ് ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഏഹ് സംബന്ധിച്ചിടത്തോളം അവളുടെ കയ്യ്, കാലും ഒക്കെ വൃത്തിയില്ലെങ്കിൽ നല്ല ഒരു മാന്യത ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും ഉള്ളില്. വിഷമം ഉണ്ടാവും. എപ്പോഴും ആ കുട്ടി മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന സാധനങ്ങളായിരിക്കും അതെല്ലാം മറ്റുള്ളവരിൽ നിന്ന്. ഞാൻ പറഞ്ഞത് ശരിയാണോ എനിക്കറിയില്ല. മിക്കവാറും ശരിയാവും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. കാരണം നിങ്ങളെ കാലില് എന്തെങ്കിലും ഇതേപോലെയുള്ള കുഴിനകമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും. ആരെങ്കിലും ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാകും. അപ്പോ അതിനർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട് ബാക്കോട്ട് വലിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതിന് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ നമ്മളതിനൊരു സോക്സ് ഇട്ടാൽ മതി. കാണണ്ട. ചില ആളുകളുടെ കാല് ഏഹ് ബാക്കിയുള്ളതൊക്കെ വൃത്തിയുണ്ടാവും. ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോഴും നമുക്ക് വിഷമം വരും. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി. വിഷമം വരും. കയ്യ് കയ്യ് അതേപോലെ തന്നെ. ഇതൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഭാഗങ്ങളാണ്. അപ്പൊ കയ്യില് പിന്നെ നമുക്ക് കയ്യിന് ഒരടാൻ പറ്റില്ല. പക്ഷെ അത് മാക്സിമം വൃത്തിയാക്കിയിട്ട് നഖമൊക്കെ വെട്ടിയിട്ട് നന്നായിട്ട് പോളിഷ് ഒക്കെ ചെയ്തിട്ട് വൃത്തിയായിട്ട് പോവാ. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കും. അപ്പൊ ഞാനാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കും. സത്യം. ഞാനാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്നൊക്കെയാണ് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കുക. ഇതൊരു ഭയങ്കര സാധനമാണ്. നമ്മൾ അറിയുന്ന പോലെ. അതേപോലെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന്. അറിയുമെങ്കിൽ അത് കൃത്യമായിട്ട് പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളെ കുറിച്ചിട്ട് അവതരിപ്പിക്കാൻ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. പ്രാക്ടീസ് ചെയ്യണം അതൊക്കെ. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. എന്താ പേടി അറിയാം? ഇനി ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ സംഭവമാണ്. ഞാൻ പറയുന്നു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ കഴിഞ്ഞ ആളുകളാണ്. അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്താ നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞാണെന്ന് പറയാൻ കാരണം അറിയോ? ഇതിൽ കല്യാണം കഴിഞ്ഞ ആളുകളാണ് ഭൂരിപക്ഷം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ എത്ര ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്? പ്രേമിച്ച് കല്യാണം കഴിച്ചുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. എത്ര പ്രാവശ്യം കാണാൻ വന്നിട്ടുണ്ടാവും? എത്ര ആളുകൾ ഇനിയിപ്പോ ഒരാൾ കാണാൻ വന്ന് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. എത്ര ആളുകളുടെ മുന്നിൽ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? അവരെ വീട്ടുകാര്, അവരെ എല്ലാവരും അല്ല ഇതൊക്കെ ഇന്റർവ്യൂ തന്നെയാണ്. അവിടെ എല്ലാം നിങ്ങൾ പ്രസന്റ് ചെയ്ത നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. ഇതാണ് യാഥാർത്ഥ്യം. ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് അത്ര തന്നെ ഉള്ളൂ. ഇതിന് കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലായി എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല.
നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. പേടിച്ചിട്ട് കാര്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. പേടിച്ചാൽ നമുക്ക് അറിയണതും കൂടെ അറിയാതാവും. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലിറങ്ങുമ്പോ നമ്മുടെ ബ്രെയിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എന്താ അറിയാ നിങ്ങള്? ബ്രെയിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് 3 സെഷനുകളായിട്ടാണ് വർക്ക് ചെയ്യുക. ഒന്ന്, ഇത് നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ ഇത് നമുക്ക് 3 പാർട്ടാക്കാം. 3 പാർട്ടാക്കാം. ഈ 3 പാർട്ടില് നമ്മള് ഇതിലേക്ക് ഇറങ്ങുമ്പോ തന്നെ, ജോലിക്ക് ഇറങ്ങുമ്പോ തന്നെ നമ്മളെ ഉള്ളിലുണ്ടാവുന്ന 3 ഭാഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സാധനം നിങ്ങളുടെ ഇമോഷണൽ പാർട്ടാണ്. അതായത് ഇമോഷണൽ പാർട്ട്, ഇമോഷണൽ സെന്റർ. ഇമോഷണൽ സെന്റർ. ഇമോഷണൽ സെന്റർ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത, നമ്മളിപ്പോ ഇമോഷണലി നമ്മൾ കുറെ സ്ഥലത്ത് കണക്റ്റഡ് ആണ്. എവിടൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റൂല. നമ്മളെ വീട്ടിൽ നിന്ന് പോയാല് ഞാനല്ലാതെ ഇനി ആരാണ് എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക? എന്റെ വീട്ടുകാര് എന്താ വിചാരിക്ക? എന്റെ നാട്ടുകാർ എന്താ വിചാരിക്ക? അതേപോലെ തന്നെ എന്റെ കുട്ടീനെ ഞാൻ എന്താ ചെയ്യാ? എന്റെ കുട്ടിക്ക് വന്നേക്കനെ ഞാൻ ഭക്ഷണം കൊടുക്കാൻ എത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കുറെ ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയ കുറെ സാധനങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ചിന്ത പോവുക. കറക്റ്റാണോ? കറക്റ്റാണോ? ഇതാണ് ഇമോഷണൽ പാർട്ട്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി ആ സ്ഥലത്ത് അത് കഴിഞ്ഞാൽ അടുത്തിന്റെ സ്ഥലത്തിന്റെ പേരാണ് ഫിയർ സെന്റർ. എന്താണ് അപ്പോ അടുത്തത്? ഫിയർ സെന്റർ. ഓക്കെ, ഇതിന്റെ മുന്നേ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു ലോജിക് സെന്റർ ഉണ്ട്. ലോജിക് സെന്റർ. ലോജിക് സെന്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിങ്ങനെ വീട്ടിൽ നിന്ന് വിടാൻ പറ്റില്ല. പിന്നെ അതേപോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തു. 1 2 3 ഇങ്ങനെ കണക്ട് ചെയ്തു. അടുത്ത സാധനം എന്താ വെച്ചാൽ ഇവിടെ കണക്ട് ചെയ്യും. എന്താ കണക്ട് ചെയ്യാരോ? ഓ, ഇത്രയും ദൂരം പോണ്ടേ, പിന്നെ എനിക്ക് എത്ര സാലറി കിട്ടാം? ആ സാലറി കൊണ്ട് ഞാൻ എന്താ ചെയ്യാ? ഇത്രേ കിട്ടുള്ളൂ സാലറി. ഇപ്പോ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് ഇത്രേ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അതായത് കണക്കുകളുടെ ഭാഗം. ആ കണക്ക് വരലാണ് ലോജിക് സെന്റർ. ഇനി അതും കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് ഫിയർ സെന്റർ. എന്താണ്? ഫിയർ സെന്റർ. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേടിയാണ്. എന്തൊക്കെ പേടിയാ? ഓ, ഞാൻ എങ്ങനാ ഈ ജോലിയൊക്കെ ചെയ്യാ? എന്നെ കൊണ്ടൊക്കെ ഇതിന് സാധിക്കോ? എന്നെ അവർക്ക് ഇഷ്ടപ്പെടും? ഞാന് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്കല്ല പോണ്. അവിടെ എന്നെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവും? എനിക്ക് പേടിയാവൂലേ? ഇന്നെ ഓരെന്തെങ്കിലും ചെയ്യോ? ഞാൻ അഥവാ തെറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? എന്നെ ചീത്ത പറയും? ഇങ്ങനെയുള്ള കുറേ ഫിയർ സെന്റർ. ഈ 3 സ്ഥലങ്ങളാണ് നമ്മളെ ബ്രെയിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇത് 3ഉം റെഡ് കത്തിയാൽ പിന്നെ നമുക്ക് ഒന്നുറപ്പിക്കാം, ഇന്റർവ്യൂവിന് ഞാൻ പോയിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടൂല. മനസ്സിലായോ? കിട്ടൂല. എനിക്ക് ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കൂല. ജോലിക്ക് പോകാൻ സാധിക്കൂല. സാധിക്കൂല. ഇനി ഇതിനെങ്ങനെ നിയന്ത്രിക്കാം? ഒന്ന്, നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷണൽ കണക്ഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അവർ കംഫേർട്ട് സോൺ. അതായത് ഇത് നമ്മളുടെ കംഫേർട്ട് സോൺ. എന്താണ്? കംഫേർട്ട് സോൺ. ഈ കംഫേർട്ട് സോണിനെ പൊട്ടിക്കാത്തവൻ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കൂല. 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 ഇതിനെ നമ്മൾ പൊട്ടിക്കണമെങ്കിൽ അവിടെയാണ് നമ്മളെ അതാണ് നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ. പുസ്തകത്തിൽ നിന്നല്ലാത്ത പഠിച്ച കുറെ കാര്യങ്ങൾ അതായിരിക്കണം. എന്താണ് കംഫർട്ട് സോണിന്റെ പ്രത്യേകത? ആ കംഫർട്ട് സോൺ ഈ 3 ചോദ്യങ്ങൾ നമ്മൾ ഈ 3 ഭാഗങ്ങൾ വർക്ക് ചെയ്തിട്ട് നമ്മളോട് പറയും, ഈ ഇപ്പൊ തൽക്കാലം പോകുന്നു വേണ്ട. എന്റെ ഹസ്ബൻഡിന് ഇപ്പൊ ജോലിയുണ്ട്, നല്ല ശമ്പളം ഉണ്ട്, എന്റെ എല്ലാ കാര്യവും നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമല്ല, ഇജ് വെറുതെ പോണ്ട എന്ന് പറയും. അതാണ് കംഫർട്ട് സോൺ. എന്റെ കുട്ടീനെ ഇട്ടുകാണിക്ക് പോണ്ട, കുട്ടിക്ക് ഇനി സ്കൂൾ വിട്ട് വരുമ്പോ ഈ ഉണ്ടാവില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും?
ഞാൻ നിങ്ങൾ പോലും പോലൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ എനിക്കറിയില്ല. സാറ് നോക്കും എന്റെ കുട്ടീനെ ചോദിക്കും. അതൊന്നുമില്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം പറയണ. ബാക്കി നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ മാനേജ് ചെയ്യാം. അപ്പോ ഈ കംഫേർട്ട് സോണ് നമ്മൾ എപ്പോഴും നശിപ്പിക്കും. നിങ്ങൾ ആരും നോക്കിക്കോളി. ഞാന് ഒരു കുട്ടി ഇന്നാള് പറഞ്ഞു, ഞാൻ 6 മാസമായി സാറേ, എന്റെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു, അവര് പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്, സാലറി 2 മാസമായിട്ട് ഇതുവരെ തന്നിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത് നിനക്കറിയോ? ഈ എന്താ അവിടുന്ന് പോരാത്തത്? അപ്പൊ പറഞ്ഞു, അവിടെ ഇപ്പൊ കുഴപ്പമില്ല, എനിക്ക് നല്ല സുഖമാണ് പോവാന്, ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പൊ ഈ സാലറിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളത്. അതിപ്പോ കിട്ടിയിട്ടില്ല, 2 മാസമായിട്ട് ഇതുവരെ തന്നിട്ടില്ല. ദാറ്റ് ഈസ് കംഫർട്ട് സോൺ. അങ്ങനെ പോവാനുള്ളതാ നമ്മളെ ജീവിതം? അല്ല. അതിനാണോ നമ്മളിത് പഠിച്ചത്? അല്ല. അല്ല. നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് നിങ്ങള് വേറൊന്നും ചെയ്യരുത് എന്ന് കരുതിയിട്ടാണോ? അല്ല. നമ്മൾ നല്ല മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഒരു കുട്ടി ഉണ്ടാവില്ല. ഒരു കുട്ടി ഉണ്ടാവില്ല. നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും ഞാൻ പറയുമ്പോ. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ ഹസ്ബൻഡ് വരെ ഉണ്ടാവില്ല. ഹസ്ബൻഡ് വരെ ഉണ്ടാവില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. പല ആളുകളും എക്സ്പീരിയൻസ് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഹസ്ബൻഡ് വരെ ഉണ്ടാവില്ല. എനിക്കറിയാം ഉണ്ടാവില്ല. എന്നാൽ നമ്മളെ കയ്യില് നമുക്ക് എന്തിനുള്ള ഒരു തന്റേടം, എന്തിനും പോവാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മളെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. സാധിക്കും. അങ്ങനെ നമ്മളെ പാകപ്പെടുത്തുന്നതിന് മാത്രമേ, അതിന്റെ പേരാണ് ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. അത് പൊട്ടിക്കുന്ന പരിപാടി. കംഫർട്ട് സോണിനെ പൊട്ടിക്കുന്ന പരിപാടി. എങ്ങനെ പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അടിച്ച് പൊട്ടിക്കണ പോലെ പൊട്ടിക്കണ പരിപാടി. അത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. സത്യം. എന്താ നിങ്ങളോട് ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞാലോ? നിങ്ങൾ ഓൾറെഡി നിങ്ങളെ കംഫർട്ട് സോണിലാണ്. ഓൺലൈൻ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോ നമുക്കിപ്പോ എവിടെയും പോവണ്ട. നമ്മളെ വീട്ടിൽ തന്നെയാണ്. നമ്മളെ അടുത്ത് തന്നെയുണ്ട് എല്ലാം. നമ്മളെ അടുപ്പും കല്ലും നമ്മളെ അടുത്തുണ്ട്. നമ്മളെ അമ്മയും കുട്ടിയൊക്കെ നമ്മളെ അടുത്തുണ്ട്. നമ്മളെ കുട്ടികളും നമ്മളെ അടുത്തുണ്ട്. നമ്മളെല്ലാ സാധനവും അവിടെ അടുത്തുണ്ട്. നമ്മൾ എവിടേക്കും പോണ്ട. ആ ഫോണ് എപ്പോഴും കളിക്കുന്ന ഫോൺ ഓണാക്കി വെച്ചിട്ട് ക്ലാസ് കേട്ടാ മതി. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആ ഫോൺ ഓണാക്കി വെച്ചിട്ട് ക്ലാസ് കേൾക്കൽ മാത്രമാണെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കേൾക്കൽ മാത്രമേ ഉണ്ടാവും. വേണമെങ്കിൽ പൊട്ടിച്ചോ. നാളെ എന്റെ നേർക്ക് തോക്ക് ചൂണ്ടരുതേ. ഹസ്ബൻഡുമാരെ വിളിച്ചിട്ടൊന്നും ഞാൻ പറയണേ, വേണമെങ്കിൽ പൊട്ടിച്ചോ. രക്ഷപ്പെടണമെങ്കിൽ പൊട്ടിച്ചോ. കിട്ടുന്ന അവസരം. ഞാൻ പഠിച്ചതിന് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെങ്കിൽ എനിക്ക് പോണം. സാലറി അവിടെ നിൽക്കട്ടെ. നിങ്ങളെ ലോജിക്കൽ പാർട്ട് അവിടെ നിൽക്കട്ടെ. അപ്പോ നമ്മളെ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം? കുട്ടികളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അമ്മായിമാരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ക്ഷമയോട് കൂടി 1 മാസം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൈകാര്യം ചെയ്താൽ മതി. ആ ഇമോഷണൽ പാർട്ടിനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം. എനിക്ക് 1.5 വയസ്സായ കുട്ടിയുണ്ട്. എന്താണ്? 1.5 വയസ്സായ കുട്ടി. എനിക്ക് സാറേ ജോലി കിട്ടിയോ? പക്ഷെ ഞാൻ എങ്ങനെ പോവാ? 10,000 രൂപ ശമ്പളമുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. എന്റെ കുട്ടിക്ക് ഒരു 4 വയസ്സാട്ടെ. 4 വയസ്സായാല് നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്ന എന്താ ഉറപ്പ്? ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഇത്ര എനർജി ലെവലിൽ ഇങ്ങനെ പോയതാ. കുറച്ചു കാലം നിങ്ങൾ ഇപ്പൊ ഈ 6 മാസം കഴിഞ്ഞ് നിങ്ങളെ നിൽക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഡൗൺ ആവും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡൗൺ ആവും. ചാൻസ് കൂടുതലാണ് ഡൗൺ ആവും. പഴയ അവസ്ഥയ്ക്ക് തന്നെ പോകും. എന്താ കാര്യം ഉണ്ടാവുക? ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. നമുക്കൊരു തോന്നലുണ്ട്. എന്താ പറയുക, നമ്മൾ തന്നെ എല്ലാ കാര്യം കൈകാര്യം ചെയ്യാം. എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കൽ ഞാൻ ചെയ്യണം. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഞാൻ ചെയ്തതിൽ ഒന്നും ശരിയാണ്. ഇത് വേറെ ആർക്കും വിട്ടെടുക്കാൻ പറ്റില്ല. ഒരു വേറൊരു ഒരു മൈൻഡാണ്. ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവും. നിങ്ങൾക്ക് ഉയരാൻ കഴിയില്ല. ഞാൻ സത്യം പറയുന്നു, കഴിയില്ല. ഉയരാൻ കഴിയില്ല. അത് ആര് ചെയ്താലും തീരുന്ന പ്രശ്നമല്ലേ. പിന്നെന്താ കുഴപ്പം? നിങ്ങളെ സ്വന്തം വീടാണെങ്കിൽ തൽക്കാലം ജോലിക്ക് പോണ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലേ പൂട്ടിയിട്ടിട്ട് പോണം, എന്നിട്ട് ചെയ്താൽ പോരെ? എന്താ കുഴപ്പം? ഇനി ഇതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും?
ശ്രദ്ധിച്ചോ. ഈ 1.5 വയസ്സായ കുട്ടീനെ നോക്കാൻ ആരാ ഉള്ളത്? എന്റെ അമ്മായിമ്മയാണ് സാറേ ഉള്ളത്, അല്ലെങ്കിൽ എന്റെ ഉമ്മയാണ് ഉള്ളത്. പക്ഷെ ഓലൊക്കെ ഇപ്പൊ നോക്കിയാല് ഓല് പറയണ്ട് എനിക്ക് കഴിയൂലെന്നാ പറയണ്ടേ. അപ്പൊ നിങ്ങൾ പറയണം, ക്ഷമയോട് കൂടി നിങ്ങൾ പറയാ, നിങ്ങൾ കുറച്ച് ദിവസം നോക്കിയമ്മ, ഞാനൊന്ന് പോയി നോക്കട്ടെ, നമുക്ക് പറ്റില്ലെങ്കിൽ നിർത്താം, നമുക്ക് എന്തേലും ചെയ്യാം. അമ്മായിമ്മ നോക്കി. കുറച്ച് കഴിയുമ്പോ പറയും ഇന്നെക്കൊണ്ട് കഴിയൂല അവനെ നോക്കാന്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ പറയും ഈ ഒരു മാസം മുഴുവനാക്കി കേട്ടെ ഞാൻ. ഓക്കെ. ആ ഒരു മാസം കഴിഞ്ഞു. ഒരു മാസത്തെ ശമ്പളം 10,000 രൂപ കയ്യിൽ കിട്ടി. ആദ്യം തന്നെ അതിന് പൈസ ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ എടുത്തിട്ട് നിങ്ങള് സാധനം ഒന്നും വാങ്ങരുത്, പൈസ ആയിട്ട് നിങ്ങൾ ആ അമ്മായിമാക്കട് കൊടുത്താല് നിങ്ങൾ അമ്മായിമ്മ നേരെ അങ്ങട് ഉൾട്ടാവും. നിങ്ങൾ അമ്മായിമ്മ പറയും ഞാൻ കുറച്ചൊക്കെ എനിക്ക് പ്രയാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇജ്ജ് പൊയ്ക്കോ, എന്തായാലും വെറുതെ കിട്ടണ്ട ഇതല്ലേ, കളയണ്ടല്ലോ. സാധനം പറഞ്ഞു. എന്താ കാരണം? ആ 10,000 രൂപ കിട്ടിയപ്പോഴാണ് അത് സംഭവിച്ചത്, ആണോ അല്ലേ? ആണ്. 2000 രൂപ കൊടുത്തപ്പോ അവിടെ അത് നിന്നു. അപ്പൊ വീടിന്റെ പ്രശ്നം തീർന്നില്ലേ? ഇനി ആരെങ്കിലും ഒരാള് അത് നിങ്ങൾ എത്താതെ ക്ലീൻ ചെയ്തിട്ടെല്ലാം കഴിയണില്ല, മാസത്തില് വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സാധനങ്ങള് ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളൊരു 500 രൂപ 300 രൂപ കൊടുത്തിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്യിച്ചു നോക്കി, അതിൽ നിന്നും പോയിക്കോട്ടെ ഒരു 1000 രൂപ, ആ പ്രശ്നം അവിടെ സോൾവ് ആയി. പിന്നെ എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ പറഞ്ഞത് എന്താ പ്രശ്നമുള്ളത്? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല സത്യത്തില്. ഇപ്പൊ എന്തായി? ആ 10,000 രൂപന്റെ കാര്യം റെഡിയായി. പിന്നെന്താ അടുത്തത്? ഫിയർ സെന്ററാ. എന്താ പേടി? എനിക്ക് ചെയ്യാൻ കഴിയും, ഇത്രയൊക്കെ ചെയ്താൽ എനിക്കെന്താ അത് ചെയ്യാൻ കഴിയാതിരിക്കണ്ടേ? വായ്, എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല? ഇതെല്ലാം മാനേജ് ചെയ്യുന്ന, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന എനിക്ക് എങ്ങനെയാണ് ചെയ്യാതിരിക്കല്? അതും കഴിയും. പിന്നെന്താ? ഈ പൈസ കൊണ്ട് എനിക്ക് മുതലാവും, എന്തായാലും മുതലാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഇതെല്ലാം കഴിച്ചിട്ട് ഒരു 5,000 രൂപ ബാലൻസ് ഉള്ളൂ, വേണ്ട, ഒരു 3,000 രൂപ നിങ്ങളെ കയ്യിൽ മാസത്തിൽ ബാലൻസ് ഉള്ളൂ. ആ 3,000 രൂപക്ക് നിങ്ങളെ സന്തോഷം കണ്ടെത്താൻ പറ്റില്ലേ? ഒന്നുമില്ലാത്തില്ലാറെ സുഖതല്ലേ? മറ്റേത് ഒരു 10,000 രൂപ ഹസ്ബൻഡ് വിട്ടു, ചില ഹസ്ബൻഡുമാർ അതിന്റെ കണക്കാണ് കൊടുക്കണ്ടേ. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓല അത്രയും കഷ്ടപ്പെട്ട് അവിടെ കാശുണ്ടാക്കണ്ടേ. ഓര് ചിലപ്പോ ഭക്ഷണം പോലും ശരിക്കും കഴിക്കാതെ കാശ് അയച്ചിട്ടുണ്ടാവാ, ഓർക്ക് കണക്ക് കിട്ടേണ്ടി വരും. അത് ചോദിക്കുമ്പോ നമുക്കൊരു വേദന ഉണ്ടാവും, ഇതിനൊക്കെ ഇപ്പൊ കണക്ക് പറഞ്ഞാൽ എന്താ ഇപ്പൊ കാട്ടാ? നിങ്ങളെ കാശിനോ നിങ്ങൾക്ക് കണക്ക് പറയാതെ നിങ്ങൾക്ക് ചെലവാക്കാം, നിങ്ങൾ ലിമിറ്റ് ചെയ്ത് ചെലവാക്കുള്ളൂ. ഇത് എപ്പോഴാ ഉണ്ടായത്? ഒരു ജോബിന് പോകുമ്പോഴേ കിട്ടുള്ളൂ. ഇറങ്ങുമ്പോഴുള്ള പ്രശ്നം അതാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഈ പറഞ്ഞത്. ഇത് ഇങ്ങനെ പറയുന്നത് എന്താണോ, ഓൺലൈനിലെ കുറെ കുട്ടികൾ ജോലിക്ക് പോകൂല, ഈ കംഫർട്ട് സോൺ പൊട്ടിക്കൂല. ഒരു പറയും അതിപ്പോ വീട്ടിൽ നിന്ന് ഇപ്പൊ ബസ് ഏരിക്കാണ്ട് പോണ്ടേ, പിന്നെ ബസ് ഏരിക്കാണ്ട് പോവാതെ എന്താ കാട്ടാ, ആരെങ്കിലും കൊണ്ടുപോയിക്കൂടെ? ഇല്ല. എന്താ ബസ് ഏരിയ കുഴപ്പം? ബസ് പിന്നെ എന്തിനുള്ളതാ? നിങ്ങൾ പറഞ്ഞേര്. കാശായിട്ട് നിങ്ങൾ ഒരു സ്കൂട്ടർ വാങ്ങിക്കളി, ഒരു ബൈക്ക് വാങ്ങിക്കളി, ഒരു സ്കൂട്ടർ വാങ്ങിക്കളി, 2 വീലർ പഠിക്ക്, ലൈസൻസ് എടുക്കേ. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ സ്വയം പര്യാപ്തി നേടാൻ പറ്റുക? പറ്റൂല മക്കളെ, പറ്റൂല. ഒരു 5-6 കുട്ടികളെയും പ്രസവിച്ച്, അതും കയ്യില് 2 ബാഗുമ്മ 2 ഒക്കെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ, അതിനൊക്കെ നമുക്ക് പലയിടത്തേക്കും പോകാനൊക്കെ പറ്റും. നമുക്ക് നമ്മുടേതായ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല വെച്ചാല് പിന്നെ എന്താ കാര്യമുള്ളത്? ഒരു കാര്യം ഞാൻ ഇങ്ങനെ തന്നെ പറയും, ചീത്താൽ ഇങ്ങനെ തന്നെ ഞാൻ പറയും. അല്ലാതെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സുഖമുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ നന്നാവൂല. നിങ്ങൾ റെഡി ആവണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം. വേദനിക്കുമ്പോഴേ മനസ്സിലാവണം. ഒരു ഒരു നാരങ്ങ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസം നൽകുന്ന ഒരു സാധനമാണ്. പക്ഷെ ആ നാരങ്ങയിൽ നിന്ന് ആ ജ്യൂസ് കിട്ടിയത് എപ്പോഴാ? അതിനെ പിടിച്ച് നെക്കി പീഞ്ഞപ്പോഴാ. അതേപോലെ തന്നെ നമ്മളടുത്ത് നിന്നും എന്തെങ്കിലും സാധനം നല്ലത് പുറത്തേക്ക് ചാടണമെങ്കിൽ നമ്മൾ നല്ല നെക്കി പീയേണ്ടി വരും. അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. ഞാൻ നല്ലോണം വേദനിപ്പിക്കും ഈ കാര്യത്തിൽ. എന്തുകൊണ്ടാ പറഞ്ഞുതരാം നിങ്ങളെ? ഡൈവേഴ്സ് ആയിട്ട് കരഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്.
ഹസ്ബൻഡ് മരിച്ചിട്ട് ഇനി എന്താ ചെയ്യാന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. 3-4 കുട്ടികളെയും കൊണ്ടിട്ട് അന്ന് ഞാൻ നല്ലോണം പഠിച്ചിന്, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടില് ചെലവിന് വകുപ്പില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഉപ്പ മരിച്ചുപോയി, ഞാനാ മോളുള്ളത്, എന്റെ വീട്ടില് പട്ടിണിയാണ്, അങ്ങനെയുണ്ട്. ഇതൊക്കെ ഇരുന്നിട്ട് ആരെങ്കിലും മുന്നിൽ കൈ നീട്ടുന്നതിന് പകരം നല്ലൊരു ജോലിക്ക് പോയിട്ട് പ്രാപ്തി നേടിക്കൂടെ? എപ്പോ? അത് ആ അവസരം വരുന്നതിന്റെ മുന്നേ അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം വരുന്നതിന്റെ മുന്നേ നമ്മൾ അതിന് പ്രിപ്പയർ ആയിരിക്കണം. അപ്പോഴേ അത് വന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു സത്യം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. മനസ്സിലാക്കിയ പോലെ ഇതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. കഴിയില്ല. ഈ കോൺഫിഡൻസ് ഉണ്ടാവില്ല എവിടുന്നാ? ഇവിടുന്നാ. ഇവിടുന്ന് ഉണ്ടാവും. അതിന് ഇമോഷണൽ പാർട്ടിന്റെ സങ്കടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാം. ഫിയറിനെ നമുക്ക് മാറ്റാം. നന്നായിട്ട് പഠിക്കാം. നന്നായിട്ട് പഠിക്കാം. എന്തെല്ലാം പഠിക്കണം? ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആ സ്ഥാപനത്തിനെ കുറിച്ച് പഠിക്കണം. ആ സ്ഥാപനത്തിന്റെ പരിസരവുമായിട്ട് പഠിക്കണം. അവിടെ ചെന്നാൽ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കണം. നമ്മളിങ്ങനെ നോക്കുമ്പോ എനിക്കറിയാം അല്ലല്ലല്ല, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ സാധനം വർക്ക് ചെയ്യില്ല. കാരണം എന്താ? ഈ കംഫർട്ട് സോണിന് പ്രത്യേകത ഉണ്ട്. പഠിക്കുന്നത് കംഫർട്ട് സോൺ ഇഷ്ടമല്ല. എന്തായാലും പഠിച്ചാൽ നമ്മൾ ഉയരും. അപ്പൊ ഓനത് ഇഷ്ടമല്ല. നമ്മളെ ഉള്ളിലുള്ള ചാത്തന്റെ പണിയാണ്. നമ്മളെ ഉള്ളിലുള്ള ലോവർ സെൽഫിന്റെ പണിയാണ്. നമ്മൾ പഠിക്കാൻ അയക്കില്ല. അവനിഷ്ടം ഇതാണ്. കട്ടപ്പുറത്തയക്കണം നമ്മളെ ഇഷ്ടം. അതുകൊണ്ട് ഈ കാര്യം നല്ലോണം ചിന്തിച്ചിട്ട് വേണം ഇനിയുള്ള സമയങ്ങളിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. വളരെ ദുർഘടമായിട്ടുള്ള വഴികളിലൂടെയാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതിന്റെ മേലെ നടക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സ്കില്ലല്ല. ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ വിജയിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, പ്രാക്ടിക്കൽ ആക്കിക്കോ, സക്സസ് ആവും. ഗ്യാരണ്ടി. 100% ഗ്യാരണ്ടി. സന്തോഷം കണ്ടെത്താൻ പറ്റും. വിജയം കണ്ടെത്താൻ പറ്റും. ജീവിതം നന്നാവും. പ്രൊഫഷനും നന്നാവും. ഇതെല്ലാം ഉറപ്പാ. പിന്നെ ചില ആൾക്കാര് ഈ ലോജിക് മൈൻഡ് വർക്ക് ചെയ്യാൻ എങ്ങനെയാണ്? ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, എനിക്ക് ജോലി കിട്ടി, പക്ഷെ എനിക്കിപ്പോ സാലറി ഇല്ല, കുറച്ച് ദിവസം സാലറി ഇല്ല. യെസ്, ഇതിനർത്ഥം ഞാൻ പഠിച്ചത് പോരാ, ഇനിയും ഞാൻ പഠിക്കാനുണ്ട്. അത് ഞാൻ അവിടുന്ന് ബാക്കി പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ. ഈ സെൻസോട് കൂടിയിട്ട് അത് എടുക്കണം. പോവണം. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട സാധനം നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് പോകാനാണ്. നിങ്ങൾ ഇരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പോകാനാണ്. അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അപ്പോഴും നമുക്ക് എണീറ്റ് പോകാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ സഹായം തേടി നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മളെ മുന്നിലേക്ക് സംജാതമാകും. അതിന്റെ മുന്നേ ഒരുങ്ങിക്കൊള്ളണം. അതിന്റെ മുന്നേ ഒരുങ്ങിക്കൊള്ളണം. മോർ പവർഫുൾ ആയിക്കോട്ടെ. അതിനാണ് ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നത്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് ബൈക്ക് ഓടിക്കാൻ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചിട്ടില്ല എന്നാൽ മോശം. മോശം മാത്രമല്ല, നമ്മളൊരു പരാജിതനാണ്. സത്യം. സത്യം. ഒരു കുട്ടി ഇതിന് മുന്നേ ഒരു ഒരു പാവം കുട്ടിയാ, ഒരു ഓഫ്ലൈനിൽ വന്ന കുട്ടിയാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് സാറേ ബൈക്ക് ഓടിക്കാൻ ഒരു ലൈസൻസ് ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ച് ദൂരം വരെ വരും, ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല, എന്റെ വീട്ടുകാർ സമ്മതിക്കൂല, അവർക്ക് പേടിയാണ്. അനക്ക് പേടിയുണ്ടോ ചോദിച്ചു. എനിക്ക് പേടിയൊന്നുമില്ല, നാളെ മുതൽ വാ. 2 ദിവസം വന്നു, കുറച്ച് ദിവസം പ്രാക്ടീസ് ആക്കി വന്നു. കുറെ ദിവസത്തിന് ശേഷം ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ റിസപ്ഷനിലുണ്ട് ഈ കുട്ടി ഇങ്ങനെ ഇരിക്കണം. അപ്പൊ എന്നോട് സാറേ എന്താ ഇവിടെ ചോദിച്ചു. ഞാൻ സ്കാനിങ്ങിന് പോയതാ, ഞാൻ ആരും ഇല്ലാത്ത സ്ഥലം നോക്കി ഹോസ്പിറ്റലിൽ പോയതാ. അപ്പോ ഉള്ളുണ്ട് അവിടെ റിസപ്ഷനിൽ. ആ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ വേറെ കുട്ടികൾ നമ്മളത് ഉണ്ട്, പക്ഷെ സ്കാനിങ്ങിന്റെ ഉള്ളിലുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അവിടെ ചെന്നപ്പോ ഇവളുണ്ട് അവിടെ. കാര്യമൊക്കെ പറഞ്ഞ് എന്നോട് വിശേഷമൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞു.
അത് കഴിഞ്ഞ് ഞാൻ എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നതിന് ശേഷം എപ്പോഴേ പോയിച്ചു 6 മണിയാകുമ്പോൾ ഇറക്കി പോകാനാണ്. ഓക്കെ ഞാൻ പോട്ടെ പോന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലത്ത് ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോണ്ടേ ആ കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂട്ടറിൽ പറന്നു പോണു വീട്ടിക്ക്. പറന്നു പോണ്ട്. എന്താ അതിന്റെ ബെനിഫിറ്റ് എന്താ? എന്താ അതിന്റെ കാര്യം? ഇതുകൊണ്ടാ പറഞ്ഞത്. ഇതുകൊണ്ടാണ് നമ്മളുടെ സമയത്തിന് നമുക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റണമെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് നിങ്ങൾ ജോലിയിലാണ്, നിങ്ങൾക്ക് ജോലിക്കിടെ പെട്ടെന്നൊന്ന് ടീച്ചറെ പോയി കാണേണ്ട അത്യാവശ്യം വന്നു. സ്കൂള് സംഭവം കുറച്ചടുത്തന്നെ, നിങ്ങൾ ബസ് കയറി തൂങ്ങി പിടിച്ച് ഓട്ടോറിക്ഷക്കൊക്കെ പോയി എത്തുമ്പോഴേക്ക് അന്നത്തെ ദിവസം പോകും. മറ്റേന്തായി 10 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളെ കാര്യങ്ങൾക്ക് ചെയ്തിട്ട് പോകാൻ. ഇത് പഠിച്ചിരിക്കണം. ഇതൊക്കെ ചെയ്താലേ നമുക്ക് സത്യത്തില് സ്വസ്ഥത ഉണ്ടാവുള്ളൂ ജീവിക്കാൻ. മറ്റേത് എല്ലാത്തിനും നമ്മൾ ഒരാളെ ആശ്രയിക്കേണ്ടത്. ഡിപ്പെൻഡൻസി ഭയങ്കര പ്രയാസം. ഭയങ്കര പ്രയാസം. ഭയങ്കര പ്രയാസം. ചിലവർ പറയും ഈ കാറൊന്നും ഓടിക്കണ്ട, ബൈക്കൊന്നും ഓടിക്കണം, എനിക്ക് നമുക്ക് കാർ എടുത്തരാം. ഈ കാറ് എവിടെയും കൊണ്ട് നിർത്താൻ പറ്റില്ല. സത്യമാണ് പറയുന്നത്. പണ്ടൊക്കെ കല്യാണത്തിന് പോകുമ്പോ ഓഡിറ്റോറിയത്തിലേലും സ്ഥലം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു കാർ എടുക്കുമ്പോ. ഇപ്പൊ ഓഡിറ്റോറിയത്തിലേക്ക് അരമണിക്കൂർ വൈകി ചെന്നാൽ അവിടെയും വണ്ടി എടുക്കാനുള്ള സ്ഥലം കിട്ടൂല. ഇതാണ് കണ്ടീഷൻ. അതിനൊക്കെ ഏറ്റവും ഈസി എന്താണ്? ഈ സാധനം, ഈ ചെലവ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചാരി വെച്ചാൽ നമ്മുടെ കാര്യം കഴിഞ്ഞ് എല്ലായിടത്തും പോരാ. ഒരു പ്രശ്നം. സിമ്പിൾ. ഇത് ശീലിക്കണം, ഇത് പഠിക്കണം, എന്നിട്ട് വേണം പോകാൻ. അപ്പൊ നിങ്ങള് ഒരു ഇന്റർവ്യൂവിന് വന്നു. അപ്പൊ ചോദിക്കാണ് ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട് സാർ. അപ്പൊ എങ്ങനെ ഇങ്ങോട്ട് വരാം? ബസ്സിനാണ്? അല്ല, ഞാൻ ബൈക്കിലാണ് വരും സാർ. ഓക്കെ, ഒരു പോസിറ്റീവ് ആണ്. എന്താ കാരണം അറിയങ്ങളെ? ഇനി ഇവളെ അരമണിക്കൂർ വൈകിയാലും വെക്ക് പ്രശ്നമല്ല. പിന്നെന്താ രണ്ടാമത്തെ ഓരോ പ്രതീക്ഷ എന്താ? ഇവളെന്തായാലും നേരത്തിനെത്തും, കാരണം ബസ് കാത്തിക്കേണ്ട ആവശ്യമില്ല. രണ്ടരായി എങ്ങനെയുണ്ട്? ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ പേടി. നിങ്ങള് ആരെങ്കിലും കണ്ടിടോ? 99% പെൺകുട്ടികള് ആക്സിഡന്റ് ആയിട്ട് മരിക്കണതോ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നതോ റോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ ബാക്കിൽ സൈക്കോളജി ഉണ്ട്. എന്താ അറിയങ്ങള്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പറ്റുമോ എനിക്കറിയില്ല. ഒന്നാമത്തത്, എനിക്കെന്തേലും പറ്റിയാല് ഇന്റെ പുതിയാപ്പിള വേറെ പെണ്ണിട്ടും എന്ത് ചെയ്യില്ല, ശ്രദ്ധ കൂടും. ഒന്ന്. രണ്ടാമത്തത്, എന്റെ കുട്ടികളവിടെ കാത്തിരിക്കും, ശ്രദ്ധ കൂടും. പിന്നെ എനിക്ക് ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ശ്രദ്ധ കൂടും. ഞാൻ എന്റെ വീടിന്റെ വിളക്കാണ്, അതുകൊണ്ട് ഞാൻ അവിടെ തിളങ്ങി നിൽക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ നേരത്തിന് എത്തേണ്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധ കൂടും. എല്ലാവരും കിടന്നാൽ അവരെ നോക്കാൻ ഞാനുണ്ടാവും, പക്ഷെ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വീഴാൻ പാടില്ല, ശ്രദ്ധ ഉണ്ടാവും കൂടുതൽ. 10 മിനിറ്റ് വൈകിയാലും കൃത്യമായിട്ട് പോകും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ശ്രദ്ധ കൂടും. ഇതാണ് അതിന്റെ കാര്യം. ഇതാണ് അതിന്റെ കാര്യം. ഇത് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉള്ളിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് ഈ സാധനം. നമ്മളോട് സംസാരിക്കുന്ന സംസാരമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം. നിങ്ങളൊന്ന് കറക്റ്റ് ചിന്തിച്ച് നോക്ക്. ഇതിൽ ആരൊക്കെയുണ്ട് ബൈക്ക് ഓടിക്കണേ എനിക്കറിയില്ല, സ്കൂട്ടർ ഓടിക്കണേ എനിക്കറിയില്ല. ആരൊക്കെ ഓടിക്കണ്ടേ? ആ ഓടിക്കുമ്പോഴുള്ള ശ്രദ്ധ. ആരൊക്കെ ഓടിക്കണ്ടേ? ആരെങ്കിലും ഉണ്ടോ? കൈ പൊക്കിയേ. സിഫാൻ ഓടിക്കലുണ്ടോ? ഇല്ല. ഉണ്ട്. യെസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലുണ്ടാവൂലേ? ഉണ്ടാവില്ലേ? അറിയാതെ ഉണ്ടാവില്ലേ? ലൈസൻസ് ഇല്ല സാർ. ലൈസൻസ് എടുക്കണം, ലൈസൻസ് എടുക്കണം. ഓക്കെ, എന്തായാലും ഉണ്ടാവില്ലേ ഈ ചിന്ത? ഉണ്ടാവില്ലേ സംഭവം? നമ്മള് ഉണ്ടാവും. അതുകൊണ്ടാ ചെയ്യാത്തെ. ലൈസൻസ് വേഗം എടുക്കണം. എന്താ ലൈസൻസിന് കൊടുക്കാത്ത? 18 വയസ്സായിട്ടില്ല എനിക്ക്? എനിക്കൊന്നും ആവാത്തോണ്ടല്ല, അതിനൊരു ഇത് കിട്ടിയിട്ടില്ല, ഏത്? ഒരു സമയം ഏതാ വന്നിട്ടില്ല. കിട്ടാത്തെ? നാളെ കൊടുക്കണം. നാളെ ഇൻഷാ കൊടുക്കണം. അല്ലാ. നാളെ കൊടുക്കണം. എന്നിട്ട് എന്നാ തന്നെ 2 മാസം കൊണ്ട് ലൈസൻസ് കിട്ടും. നാളെ കൊടുക്കണം. വേഗം കൊടുക്കണം. ലൈസൻസ് ഇല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ലൈസൻസ് വേഗം എടുക്കണം. 18 വയസ്സ് തികഞ്ഞാൽ പഠിച്ച് ലൈസൻസ് എടുത്തോളണം. എന്റെ വീട്ടിലെ കണ്ടീഷനാണ്. 18 വയസ്സ് എന്നാണോ തികഞ്ഞത് അന്ന് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തോളണം. എന്നും എല്ലാരും ഉണ്ടാവില്ല. അതുകൊണ്ട്
അത് സെറ്റ് ചെയ്തിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പെണ്ണിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് അവൾ കൃത്യമായിട്ട് വളരെ വളരെ കെയർഫുൾ ആയിട്ട് അവൾ ട്രെയിൻ ചെയ്യണം. ഇതാണ് എന്റെ സത്യം. ഇതാണ് എന്റെ സത്യം. അതുകൊണ്ട് ഇതെല്ലാം പഠിക്കണം. ഇപ്പൊ ഫിയർ സെന്റർ മാറാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇമോഷണൽ കൺട്രോൾ ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ലോജിക്കലി നിങ്ങളെ പണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ വർക്കൗട്ട് ആക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇത് മൂന്നും പച്ച ലൈറ്റ് കത്തിയാൽ, ഈ മൂന്നിലും നമുക്ക് പച്ച ലൈറ്റ് കത്തിക്കാൻ സാധിച്ചാൽ നമ്മളുടെ ജീവിതം മുഴുവൻ പച്ച ലൈറ്റ് ആയിരിക്കും, സിഗ്നൽ പച്ചയായിരിക്കും. അതുകൊണ്ട് ആ രീതിയിലാണ് ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലേണ്ടത്. ഓക്കെ, യെസ്. അടുത്തൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മളെ പോകുമ്പോ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു, പോകുമ്പോ നമ്മൾ ഈ 6 മാസം കൊണ്ട് എന്താണ് ബിൽഡ് ചെയ്തത്? നമ്മളോടുള്ള ഒരു ചോദ്യം. 6 മാസം കൊണ്ട് ഞാൻ എന്താണ് ബിൽഡ് ചെയ്തത്? എനിക്കിനി എന്താണ് ബിൽഡ് ചെയ്യാണ്ട്? 2025 എന്ന് പറഞ്ഞ വർഷം എന്നിൽ നിന്ന് വിട്ടുപോവുകയാണ്. എന്റെ ആയുസ്സിൽ, എന്റെ ജീവിതകാലത്ത് ഇനി ഒരിക്കലും 2025 എന്ന് പറഞ്ഞ വർഷം തിരിച്ചു വരില്ല. എന്നാൽ ആ 2025 ഞാൻ എന്ത് സമ്പാദിച്ചു? എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു? ചോദിക്കേണ്ട ചോദ്യം. ഞാനൊരു കാര്യം പറയാം. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വിടുമ്പോ നമ്മൾ വിടേണ്ട ഒരു സാധനം, ഭക്ഷണത്തിന്റെ ഇതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഒരു നല്ല കിസ്. എന്താണ്? കിസ്. ഒരു നല്ല കിസ് എവിടെ കൊടുക്കണം? നമ്മളുടെ വലത് കൈ, ശ്രദ്ധിച്ചോ, വലത് കൈ ഇവിടെ പിടിച്ചിട്ട്, കുട്ടികളെ ഇവിടെ പിടിച്ചിട്ട് അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലൊരു മുത്തം കൊടുക്കും. ആ കുട്ടി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് നിങ്ങളുടെ ഉമ്മാക്ക് കൊടുക്കണം, ഉപ്പാക്ക് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. നമ്മുടെ ബന്ധം ഭയങ്കര വലുതായിരിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഹസ്ബൻഡ് തരികയാണെങ്കിലോ ദിവസം, നിങ്ങൾ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കണം. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടലില്ല. ഇതാണ് സത്യം. അപ്പൊ നമ്മൾ ഇതേപോലെ കൊടുക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കിസ് തരാൻ പോവാം, ഞാൻ നിങ്ങൾക്കൊരു കിസ് തരാം. ലാസ്റ്റ് അവസാനമായിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് തരാനുള്ളത് ഒരു കിസ്സാണ്. അതെന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ കിസ് എത്രത്തോളമാണോ നമുക്ക് ലാസ്റ്റ് അവസാനമായിട്ട് ഗൾഫിലുള്ള ഭർത്താവ് ലീവ് കഴിഞ്ഞ് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോ ഒരു മുത്തം സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് നമ്മളുടെ നെറ്റിയിൽ തന്നു കഴിഞ്ഞാൽ, ചുംബനം തന്നു കഴിഞ്ഞാൽ, അയാൾ അടുത്ത സമയം വരുന്നത് വരെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കാനും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതായി മാറാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അതുപോലെ നിങ്ങൾ ഇപ്പൊ പോകുമ്പോ അവസാനമായിട്ട് ഞങ്ങൾക്ക് തരാൻ പോവാണ് കിസ്. വാട്ട് ഈസ് കിസ്? എന്താണ് ഞാൻ തരുന്ന കിസ്? ഇതാണ് അടുത്ത സാധനം ഞാൻ പറയാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക, നോട്ട് ബുക്ക് എടുക്കുക, എന്നിട്ട് എഴുതാനുള്ളതാണ്. എഴുതിയാൽ മാത്രം പോരാ, അതിനിടക്കിടക്ക് ചെക്ക് ചെയ്യണം. ഇതേപോലെ 4 കോളം വരക്കാം. 4 കോളം. ഓക്കെ, ദ ഫസ്റ്റ് കോളം കെ. കെ മീൻസ് കീപ് ഡൂയിങ്. ഞാൻ എന്റെ ഇത്ര കാലം ചെയ്തതിൽ, എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ പഠിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ലാഭം കിട്ടിയത് ഞാൻ എന്ത് ചെയ്തപ്പോഴൊക്കെയാണ്, എന്ത് കാര്യത്തിൽ ഞാൻ ഇൻവോൾവഡ് ആയപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ലാഭമുണ്ടായത്. ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ലാഭമല്ല, എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ലാഭം ഉണ്ടായത്, എനിക്ക് മെച്ചം ഉണ്ടായത്, എനിക്ക് അതുകൊണ്ട് ഗുണമുണ്ടായത്. അങ്ങനത്തെ 5 കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതണം. അതിനെ ഞാൻ നിലനിർത്തണം. അതാണ്. ഇപ്പൊ രാവിലെ ഞാൻ എണീക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ രാവിലെ ഞാൻ എണീക്കാറുണ്ട്, മുന്നേ തന്നെ എണീക്കാറുണ്ട്. ആ കാര്യം രാവിലെ നേരത്തെ എണീക്കാറുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ കാര്യങ്ങളെ എന്തൊക്കെ ആണോ അതിനെ കീപ്പ് ചെയ്യണം, അതിനെ ഇനിയും എന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിലനിർത്തണം എന്ന് ഉറപ്പിക്കുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെ? അത് ഓരോന്നോരോന്നും നിങ്ങൾ എഴുതുക. എനിക്ക് പറഞ്ഞു തരുന്നു വേണ്ട, നിങ്ങൾ എഴുതിയാൽ മതി. അത് നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാവിലെ എണീക്കലായിരിക്കാം, പുസ്തകം വായിക്കലായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കലായിരിക്കാം. എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഞാൻ ചെയ്തത്, അത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്,
അതുകൊണ്ട് ഞാൻ അതിനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കാനുള്ളതല്ല. അതിനെ ഞാൻ ഇനിയും തുടരും എന്ന് തീരുമാനിക്കുന്ന 5 കാര്യങ്ങളെ, ഏറ്റവും ചുരുങ്ങിയതാണ് 5 കാര്യങ്ങൾ ഞാൻ പറയുന്നത്. 5 കാര്യങ്ങൾ നിങ്ങൾ ആ കോളത്തിൽ 1 by 1 ആയിട്ട് എഴുതാം. രണ്ടാമത്തെ കാര്യം ഐ ആണ്. അത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ് ഡൂയിങ്. ഞാന് കുറെ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യാൻ. എനിക്ക് ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യണം, ഇത്ര പോരാ, ഞാൻ കുറച്ചും കൂടെ ഉഷാറാക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു, എനിക്ക് റിസൾട്ട് ഉള്ളതൊക്കെ തന്നെയാണ്, പക്ഷെ ഇത്ര ചെയ്തുകൊണ്ട് എനിക്ക് കാര്യമില്ല, കുറച്ചും കൂടെ ചെയ്യുകയാണെങ്കിൽ മോർ ബെറ്റർ ആവും. ഞാൻ അതിനെ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ മോർ ബെറ്റർ ആവും. എന്റെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ക്ഷമയായിരിക്കാം, എന്താണോ എനിത്തിങ്, അത് എന്താണ് എന്നുള്ള ഒരു 5 കാര്യങ്ങളെ നിങ്ങൾ എഴുതാം. അങ്ങനത്തെ 5 കാര്യങ്ങൾ നമ്മൾ എഴുതാം. ഓക്കെ, അടുത്തത് എസ് ആണ്. ഒരു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡൂയിങ്. അതായത് ഞാൻ എന്ത് ചെയ്യണം? ഇതുവരെ തുടങ്ങിയിട്ടില്ല സാറേ, ഇനി ഞാൻ തുടങ്ങണം. എനിക്ക് തുടങ്ങണം. എന്റെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി ഇതുവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം? ഇനി തുടങ്ങണം എന്ന് പറയുന്ന 5 കാര്യങ്ങൾ, എന്ന് നിങ്ങൾക്ക് തോന്നുന്ന 5 കാര്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അത് നിങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് ഞാൻ വേഗം പറഞ്ഞുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്തത് സ്റ്റോപ്പ് ഡൂയിങ്. എന്ത് വന്നാലും ഇത് എന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനത്തെ 5 കാര്യങ്ങൾ. സ്റ്റോപ്പ് ഡൂയിങ്. ഒരിക്കലും ചെയ്യരുത്, ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്ന 5 കാര്യങ്ങൾ. ചിലപ്പോൾ മൊബൈൽ കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നതായിരിക്കാം, രാത്രി വൈകിയും മൊബൈലിൽ നോക്കി കിടക്കുന്നതായിരിക്കാം, ചിലപ്പോ രാത്രി വെറുതെ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയ കണ്ടിട്ട് സമയം കളയുന്നതായിരിക്കാം. അങ്ങനെ എന്താണോ അത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ചിലപ്പോ വേറെ ആരെങ്കിലുമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചാറ്റിംഗ് ആയിരിക്കാം. അനാവശ്യമായിട്ടുള്ള ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ ഫ്രണ്ട്സിനോട് തന്നെ ആയിരിക്കാം. പക്ഷെ ആവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. നമുക്കത് നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. എന്താണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അതിന്റെ അങ്ങനത്തെ 5 കാര്യങ്ങൾ എഴുതാം. ഓക്കെ, ഈ കിസ് നിങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചാൽ നിങ്ങൾ മോർ ബെറ്റർ ആയിരിക്കും. നിശാനന്ദ ഊഞ്ഞാലില്ല, കുറെ നേരം ആടി തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോ മോർ ബെറ്റർ ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളാണ് എനിക്ക് അവസാനമായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ സമ്മാനം. ആ കാര്യം, ഏറ്റവും വലിയ സമ്മാനം 2025 നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ സമ്മാനം അതാ. ഒരു ഉമ്മ തന്റെ മകന് കൊടുക്കുന്നത് പോലെ, ഒരു ഹസ്ബൻഡ് തന്റെ ഭാര്യക്ക് കൊടുക്കുന്നത് പോലെ, ഒരു എന്താ പറയാ, ഒരു മകൻ തന്റെ ഉമ്മാക്ക് കൊടുക്കുന്നത് പോലെ അവസാനമായിട്ട് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഈ കിസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് ഇതിനെ ചെയ്താൽ യു വിൽ ഗെറ്റ് മോർ ബെറ്റർ. അത്രയും പെർഫോമൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോവാണ്. നമ്മൾ ഒരു പ്രൊജക്ടിന്റെ സാധനമുണ്ട്. ഓക്കെ, ഒരു 3 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, വാട്ട് ഈസ് പ്രോജക്റ്റ്? 1 വാട്ടാണ്. 2 വൈ, എന്തുകൊണ്ട് പ്രോജക്റ്റ്? 3 ഹൗ, എങ്ങനെയാണ് പ്രോജക്റ്റ്? ഈ 3 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാല്ലേ പഠിക്കാൻ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമുക്ക് പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ. ഒന്നാമത്തെ, എന്താണ് പ്രൊജക്ട്? നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 6 മാസത്തെ കോഴ്സ് നമ്മള് വീട്ടിലിരുന്ന് നമ്മളുടെ സ്വന്തം കസേരയിൽ ഇരുന്നിട്ട് നമ്മളുടെ
എല്ലാ സാഹചര്യങ്ങളും അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മളെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്തതാണ് ഈ കോഴ്സ്. ഈ പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ, ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ കുറിച്ചിട്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്നത്. അല്ലാതെ കാര്യമായിട്ടൊന്നും നമുക്കറിയില്ല. നമ്മള് കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതറിയാം, ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതറിയാം, നമ്മൾ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതറിയാം. ഇതൊക്കെ അറിയും എന്നല്ലാതെ നമുക്കറിയില്ല. അതുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് കണ്ട് കേട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രോജക്റ്റ്. ഇതാണ് വാട്ട് ഈസ് പ്രോജക്റ്റ് എന്നുള്ളതിന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ ടീച്ചർ പറഞ്ഞുതരും. രണ്ടാമത്തെ കാര്യം, വൈ, എന്തുകൊണ്ടാണ് IT അക്കാദമി പ്രോജക്റ്റ് ഇറക്കിയത്? ഇതാണ് പറയാനുള്ളത്. നിങ്ങൾ വേറെ ഏത് സ്ഥലത്ത് ചെയ്യാനും ചിലപ്പോൾ പ്രൊജക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പ്രൊജക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഇറക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴ്സ് തിയറി ഒക്കെ നമുക്ക് എല്ലായിടത്തുനിന്നും പഠിക്കാം. നമുക്കിപ്പോ യൂട്യൂബിൽ നോക്കിയാൽ പഠിക്കാം. ChatGPT കാലാണ്. നമ്മൾ ചാറ്റ് ചെയ്ത സിലബസ് കിട്ടും. നമുക്ക് ഏറ്റവും നന്നായിട്ട് മലയാളം വേണമെങ്കിൽ മലയാളം കിട്ടും. ഏത് ഭാഷ വേണ്ട വെച്ചാൽ പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ എല്ലാം കിട്ടും, കിട്ടുന്ന കാലാണ്. പക്ഷേ അത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ കുട്ടികളുടെ പ്ലേസ്മെന്റ് റേഷ്യോ നോക്കിയപ്പോ വേക്കൻസി ഒക്കെ ഉണ്ട്, കുട്ടികൾ പോകുന്നില്ല. നമ്പർ 1. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടി, വേക്കൻസി ചോദിക്കാൻ പേടി, കിട്ടിയ ജോലി കിട്ടിയത് തന്നെ പോവാൻ നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കയറ്റി വിട്ടൊരു സാധനമാണ് ഒന്ന് പ്രോജക്റ്റ്. നിങ്ങളുടെ ഉള്ളിലുള്ള പേടിപ്പെടുത്തുന്ന, നേരത്തെ പറഞ്ഞ ഫിയർ സെന്റർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, നിങ്ങളുടെ ഇമോഷണൽ സെന്റർ നിങ്ങളെ കണക്ട് ചെയ്യുന്ന എല്ലാത്തിനുമുള്ള ഉത്തരം, നിങ്ങളുടെ ലോജിക്കൽ സൈഡ് നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങൾക്കുള്ള എല്ലാത്തിനും ഉത്തരം നിങ്ങളുടെ പ്രോജക്റ്റിലുണ്ട്. നിങ്ങൾ എപ്പോഴാണോ ആ പ്രൊജക്റ്റിനെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല, ടീച്ചർക്ക് വേണ്ടിയിട്ടല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ട്രസ്റ്റബിൾ ആയിട്ട് ചെയ്യുന്നത്, അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അവിടെ മുതൽ നിങ്ങൾ ആരംഭിക്കും നിങ്ങളുടെ യഥാർത്ഥ യാത്ര. ഈ 3 സെന്ററുകളെയും നിങ്ങൾക്ക് നിഷ്പ്രയാസം പച്ച ബൾബ് കത്തിക്കാൻ സാധിക്കും. പ്രോജക്റ്റ് അതിനാണ് കൊണ്ടത്. കാരണം ഒരു തിയറി പഠിച്ചിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല. സാധിക്കും. പിന്നെ എന്താ ഉണ്ടാവുക, ഇന്റർവ്യൂ ചെല്ലുന്ന സമയത്ത് ബബ്ബ കളിക്കും. എന്നാൽ പ്രൊജക്ട് ചെയ്ത ഒരു കുട്ടിക്ക് ഇന്റർവ്യൂ പേടില്ലാതാവും, അടുത്ത വേക്കൻസി ചോദിക്കാൻ പേടില്ലാതാവും, ഒരു വേക്കൻസി അല്ലെങ്കിൽ അടുത്ത വേക്കൻസി നോക്കാനുള്ള ധൈര്യം ഉണ്ടാവും. പിന്നെ ആളുകളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂടും. പിന്നെ തന്റെ വീട്ടിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനുള്ള ഒരു ചാൻസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും ഒഴിവാക്കാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്താൽ സാധിക്കും. അല്ല, പ്രൊജക്ട് തന്നതിന്റെ പേരിൽ ഞങ്ങളെ വിളിച്ചിട്ട് ചീത്ത പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രൊജക്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇങ്ങനെ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ബാച്ചിന് പ്രൊജക്ട് ഇട്ടപ്പോ എനിക്കാണ് ചീത്ത കിട്ടിയത്, ഹസ്ബൻഡുമാരെ കയ്യിൽ. എന്റെ ഭാര്യയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് കരുതുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിന്റെ അപ്പുറം ഇപ്പുറം ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയിട്ട് എന്തെങ്കിലും പറയുക. അങ്ങനത്തെ ആളുകൾ എന്നോട് ചോദിച്ചതാണ്, നിങ്ങൾ ആദ്യം കോഴ്സ് തുടങ്ങിയപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, വേണ്ടല്ലോ മാത്രം ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഒന്നും സംസാരിക്കാമല്ലോ. ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കുട്ടികൾ റിസൾട്ട് ഗ്രൂപ്പിൽ പറയൽ തുടങ്ങിയപ്പോൾ ചെയ്യാത്ത കുട്ടികൾക്ക് ഖേദം, ചെയ്യാമായിരുന്നു എന്ന്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഞാനിത് ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് സൊല്യൂഷൻസ് ആലോചിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ഞാൻ ചിന്തിക്കാറെന്താ വെച്ചാൽ, എന്റെ സ്റ്റുഡൻസ്, എന്റെ സ്ഥാപനത്തിൽ വന്ന ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തരായിരിക്കണം. ഒരു സ്റ്റെപ്പ് അവർ പെർഫോമൻസ് ലെവലിൽ മാറിയിരിക്കണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ കുറെ ചിന്തിച്ചതിന് ശേഷം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പല സ്ഥലത്തുനിന്നും ഇൻസൈറ്റ് കിട്ടിയതോടുകൂടി, ഈ സിഗ്നൽ കിട്ടിയതോടുകൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് പ്രോജക്റ്റ് വേണം എന്നുള്ളത്. അത് 5 ദിവസം കൊടുത്തു, 3 ദിവസം കൊടുത്തു, പിന്നെ 5 ദിവസം കൊടുത്തു, പിന്നെ 7 ദിവസം കൊടുത്തു, പിന്നെ 10 ദിവസം കൊടുത്തു, 13 ദിവസം കൊടുത്തു.
എന്തുകൊണ്ടാ ചോദിച്ചാൽ നമ്മള് പ്രൊജക്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വേണമെങ്കിൽ ചില ആൾക്കാർ പറയും ഇതൊക്കെ സ്ഥാപനം ചെയ്തല്ലേ. ആ ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തെന്നാൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ആ സ്ഥലം ഒന്ന് അങ്ങോട്ടും കൊണ്ട് ഇളക്കും കൂടെ. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ 3 ചോദ്യങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക? നിങ്ങളെ ബ്രെയിന്റെ ഉള്ളിലുള്ള ഈ 3 പാർട്ടിനെ എങ്ങനെ നിങ്ങൾ പച്ചബൾബ് കത്തിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ചോദിച്ച് നിങ്ങൾ കണ്ടെത്തണം. അവിടെ ചോദിക്കാനുള്ള പേടി പോകും. ഒരു HR കാണുള്ള പേടി പോകും. ഒരു മാനേജറെ കാണുമ്പോൾ പേടി പോകും. കസ്റ്റമറെ കാണുമ്പോൾ പേടി പോകും. എല്ലാ ഫിയർ സെന്ററും അവിടെ നിന്ന് ഓടിയാകും. ഇതിനാണ് ഈ സാധനം ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ പിന്നീട് നിങ്ങൾ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുക ഒരു പ്രൊജക്റ്റും ചെയ്യാതെ കോഴ്സ് മാത്രം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കും. അവിടെ നിങ്ങൾക്ക് ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റും. ഇന്റർവ്യൂ ധൈര്യത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓരോ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് എങ്ങനെ പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഇതുവരെ പഠിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ സാധിക്കും. ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതുവരെ പഠിച്ചതിനെ ആക്ഷനാക്കി മാറ്റണം. ആ ആക്ഷനാക്കി മാറ്റാനുള്ള ഒരു ഏറ്റവും വലിയ സൂത്രമാണ് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യണം. ഡൗട്ട് വരും, ഡിസ്ട്രാക്ഷൻസ് വരും. ആദ്യം ചോദിക്കുമ്പോൾ അവിടുന്ന് റിജക്ട് ചെയ്യും. പലതും ഉണ്ടാവും. ഇതിനെല്ലാം നിങ്ങൾ അതിജീവിക്കുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ സമയത്തും ചിലപ്പോൾ ഞങ്ങളെ പ്രാകും. പക്ഷെ എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാവും. എങ്ങനെയാണ് ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ആരും പഠിപ്പിച്ചു തരാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക്, ഒരുപാട് ഉത്തരങ്ങൾക്ക്, ഒരുപാട് മറുപടികൾക്ക് ശരിക്കും നമ്മളുടെ അനുഭവത്തിലൂടെ നമുക്കത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് ഇത് ചെയ്തേ നിങ്ങൾ പറ്റുള്ളൂ. എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ടീച്ചർ പറഞ്ഞത്. ഇതിന്റെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ 10 ദിവസത്തെ പ്രൊജക്ട് ചെയ്യാൻ ചിലപ്പോൾ സമ്മതിച്ചോളണമെന്നില്ല. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ 1 മാസം നിന്ന് കൊടുക്കേണ്ടി വരും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ 1 മാസം നിൽക്കാൻ എനിക്ക് കുഴപ്പമില്ല, ചിലപ്പോൾ ഫ്രീ ആയിട്ട് സമ്മതിച്ചോളന്നില്ല, ചെറിയ പേയ്മെന്റ് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പറയേണ്ട ഏറ്റവും മിനിമം ഒരു 10 ദിവസത്തെ അല്ലെങ്കിൽ 13 ദിവസത്തെ എത്ര ടൈം തരും, ആ സമയത്തെ ഹോസ്പിറ്റൽ നിങ്ങൾ ചെയ്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ള കണ്ടീഷൻ. അത് ആ ഹോസ്പിറ്റലിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇല്ല എന്ന് പറയില്ല. ചില ഹോസ്പിറ്റലിൽ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ചിലടത്ത് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികത. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. പഠിച്ചേ പറ്റുള്ളൂ. പഠിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കില്ല. പഠിച്ചാൽ നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടും നിങ്ങളെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു നല്ല ട്രെയിനിങ് കിട്ടിയതിന് ശേഷം ആ ട്രെയിനിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടും. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രോജക്റ്റിന് മുന്നേറേണ്ടത്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ ടീച്ചർ നിങ്ങളെ കൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. നിങ്ങളാണ് പോയി കണ്ടെത്തേണ്ടതും നിങ്ങളാണ് പോയിട്ട് ചെയ്യേണ്ടതും. അതിൽ യാതൊരു സംശയവുമില്ല. അത് ചെയ്ത് അടിപൊളിയായിട്ട് വരണം. അപ്പോ എന്തുകൊണ്ടാണ് സാറ് ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് തന്നതെന്ന് കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. എനിക്കല്ല കിട്ടുക. ആർക്കാ കിട്ടുക? നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കും, ഗുണമേന്മയുള്ളതാക്കും, നിങ്ങളുടെ വാല്യൂ കൂട്ടും. ഇതെല്ലാം നൽകുന്നതാണ് IT അക്കാഡമിയുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സെൻസിൽ എടുത്തിട്ട് ആത്മാർത്ഥമായിട്ട് പോയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാം. ഇനി ഞാൻ പറയാണ്, നമ്മളെ കെയർ ഓഫിലൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അതായത് എന്റെ ഉപ്പാന്റെ ചെങ്ങായിയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടും. കഴിയുന്നതും അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പോകണം. അവിടെ ചോദിച്ചു കാണാം. ഞാനൊരു ഇത് പറയണേ, നിങ്ങൾ അങ്ങനെ ചെയ്തോലും കുഴപ്പമില്ല. റിസൾട്ട് മാറണമെങ്കിൽ ആ കംഫർട്ട് സോണും പൊട്ടിക്കണം. എന്നിട്ട് നിങ്ങൾ ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ പൊക്കോ. എന്താ കുഴപ്പം? നല്ല സ്ഥലത്ത് തന്നെ പൊക്കോ.
നിങ്ങൾ ഓൺലൈനായിട്ട് പഠിച്ച ആ ഇപ്പോഴുള്ളൊരു ഒരു പോരായ്മ ഉണ്ടാവുമല്ലോ, നിങ്ങളെ മനസ്സിൽ തന്നെയുള്ള ഒരു സാധനം ഉണ്ടാവും. ഞാനിപ്പോ ഓൺലൈനായിട്ടല്ല പഠിച്ചത്, ഓരോ കോഫ് ആ പോരായ്മ അങ്ങോട്ട് മാറിക്കിട്ടും കംപ്ലീറ്റ് ആയിട്ട്. ആ മൈൻഡ് ബ്ലോക്ക് ഫുള്ളിന് മാറിക്കിട്ടും, ആ ഫിയർ ഫുള്ളിന് മാറിക്കിട്ടും, അതും കൂടെ മാറിക്കിട്ടും. ഇതിന് ഭയങ്കര ഗുണങ്ങളുണ്ട് ഈ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇനി 1 മാസമാണെങ്കിലും കുഴപ്പമില്ല, 10 ദിവസത്തിന്റെ 15 ദിവസത്തിന് നമ്മൾ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ആ ദിവസത്തിന് മേലെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഈ 2 ദിവസം ഉപയോഗിക്കാനും കുഴപ്പമില്ല, 2 ദിവസം കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്നാലും കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ്ഡ് ആയിരിക്കണം, ആക്ഷൻ ഓറിയന്റഡ് ആയി മാറണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്ട് ഉണ്ടാക്കി നമ്മുടെ സർട്ടിഫിക്കേഷൻ ബോഡിക്ക് കൊടുത്ത് അതിന് പെർമിഷൻ വാങ്ങി അതിനെ നമ്മൾ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ മാർക്ക് ലെവലിലേക്ക് തന്നെ മാറ്റിയെടുത്തത് ഈ കാരണം കൊണ്ടാണ്. ആദ്യത്തിൽ പരീക്ഷണം നടത്തിയത്, പിന്നെയാണ് അത് ഓക്കെ ആണ് വിജയിച്ചു എന്ന് കണ്ടതിന് ശേഷം നമ്മൾ സർട്ടിഫിക്കേഷൻ ബോഡിക്ക് അപ്രൂവൽ കൊടുത്ത് സെറ്റ് ആക്കിയെടുത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി അടുത്ത ക്ലാസ് മുതൽ ഞാൻ ഉണ്ടാവില്ല. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ടീച്ചർ തീർച്ചയായും അപ്പൊ നമ്മൾ തമ്മിൽ ഇനി എപ്പോഴാ കാണുന്ന അറിയില്ല, വരുമ്പോ ഏത് സമയത്തും വരാം. ഇനിയിപ്പോ കോഴ്സ് കഴിഞ്ഞു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിക്കാൻ വരാൻ പറ്റുമോ, സംശയിക്കേണ്ട, ഏത് സമയത്തും വരാം. അതേപോലെ തന്നെ ഇനി എനിക്കൊന്ന് കമ്പ്യൂട്ടർ ഒന്നും കൂടെ റെഡി ആവണം, അതിനൊരു 2 ദിവസം കൂടെ എനിക്ക് വരാൻ പറ്റുമോ, തീർച്ചയായിട്ടും വരാം, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വാതിലുകൾ തുറന്നിരിക്കും. ഓക്കെ, അതുകൊണ്ട് മനസ്സിന്റെ ആണെങ്കിലും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ആണെങ്കിലും തുറന്നിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റെവിടെ പോയാലും ഏതെങ്കിലും വഴിക്ക് വരുമ്പോ വരണം. കാരണം ചിലപ്പോൾ പേരൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അതിനെ ആളെ മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു തരണം, എന്നിട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ബാക്കി എല്ലാ കാര്യങ്ങളും ടീച്ചർ പറഞ്ഞിട്ട് സെറ്റ് ആക്കി തരും. ഓക്കെ, താങ്ക് യു.